ഉമ്മൻചാണ്ടി സാറ് എന്ന് പറയുന്ന ഒരു ഐഡൽ അല്ലെങ്കിൽ ആ ലെജൻഡറി മനുഷ്യൻ എപ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ ഈ 2 വർഷം? ചാൻസ് കുറവാണ്. അതിപ്പം സ്വാഭാവികമായിട്ടും ഒരാളുടെ രീതി ആയിരിക്കത്തില്ല അടുത്തയാളുടെ, എൻ്റെ രീതി ആയിരിക്കില്ല എൻ്റെ വേറൊരാൾ. അതൊരിക്കലും എക്സ്പെക്ടേഷൻ ജനറേഷൻ ഗ്യാപ്പ് കാണും. ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കാണും, പക്ഷേ പ്രായമായിട്ടുള്ളവർക്ക് ഇച്ചിരി എക്സ്പെക്ടേഷൻ കാണും. സ്വാഭാവികമാണ്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ റിയൽ പൊളിറ്റിക്സും ഉണ്ട്, റിയൽ പൊളിറ്റിക്സും ഉണ്ട്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന MLA അല്ലെങ്കിൽ പൊളിറ്റീഷ്യന് ഇതിൽ ഏതാണ്? ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതന്നെയാണ്. അപ്പോൾ അതിനെ റിയൽ ടൈപ്പ് ആക്കുന്നതിനോട് വിമുഖത അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അല്ല, റീൽസൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലോ, അതിനകത്തിപ്പോൾ എല്ലാവരും ഇടാറുണ്ട്. അതിനകത്തിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു വിഷയം. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കും ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ഈ 3000 വീടുകൾ കവർ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ഇവരുടെ റെസ്പോൺസ് എന്തായിരുന്നു ശരിക്കും? എല്ലായിടത്തും വലിയ സ്നേഹവും കരുതലും. അതിനകത്ത് CPM എന്നോ BJP എന്നോ കോൺഗ്രസോ ഒന്നുമില്ല. എല്ലാവരും മുസ്ലിം, എല്ലാവരും ഒരേ മൈൻഡിലാണ് നമ്മളെ സ്വീകരിച്ചത്. അത് വലിയ സന്തോഷമുണ്ടായി. ഇടക്കര നമ്മുടെ ഒരു നാട് പോലായി മാറി. 10 ദിവസം നിന്നുള്ളെങ്കിലും ആ 10 ദിവസം കൊണ്ട് നമ്മുടെ ഒരു സ്വന്തം സ്ഥലം എന്നൊരു ഫീലിംഗ് ഓടുന്നുണ്ടായി. പ്രത്യേകിച്ച് നമുക്ക് നിലമ്പൂർ എന്ന് പറയുമ്പോൾ കുറച്ച് മലയോര മേഖലകളൊക്കെ ഉൾപ്പെട്ട സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ ഈ നടന്നു കയറുക അല്ലെങ്കിൽ കൂടി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്? എനിക്ക് പ്രശ്നം, ഞാൻ 4000 കിലോമീറ്റർ എല്ലാ ടെറൈനും എല്ലാ ടെമ്പറേച്ചറിലും ചെരുപ്പില്ലാതെ നടന്നിട്ടുള്ളതാണ്. എനിക്ക് പ്രശ്നം തോന്നിയിട്ടേ ഇല്ല. ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് സൗകര്യം, ചെരുപ്പിടുന്നതായിരുന്നു പ്രശ്നം അവിടെ. പക്ഷേ ചെരുപ്പിടാതെ പോകാൻ അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് ഇപ്പം ഈ ചെരുപ്പിടാതെ നടക്കുന്നത് തുടക്കകാലത്ത് അതിൻ്റെ പേരിൽ വിമർശനങ്ങളൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. പക്ഷേ എന്റെ സൗകര്യമല്ലേ ഞാൻ നോക്കുന്നത്. എനിക്ക് സൗകര്യമല്ലേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ചെരുപ്പിട്ടിട്ട് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നതാണ്. ദിവസം 29 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ 20 കിലോമീറ്റർ പോകുമ്പോൾ സ്വാഭാവികമല്ലേ. പിന്നെ ചെരുപ്പിടാതെ നടക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ഞാൻ കൊല്ലം എത്തിയപ്പോൾ കണ്ടെത്തി, അതുകൊണ്ട് ഞാൻ പിന്നെ ഫോളോ ചെയ്തു. അടിപൊളി. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ചാണ്ടിയമ്മന്റെ എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴും ആൾക്കാർ റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനത് ചോദിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് വന്നത്. അപ്പൊ പുറത്തിരിക്കുന്ന കൂടെയുള്ള ആൾക്കാർ തന്നെയാണോ നിങ്ങൾ ഈ കാര്യം ചോദിക്കുമെന്ന് പറയുന്നത്? പുറത്തിരിക്കുന്ന ആരെന്ത് പറഞ്ഞാലും ചെയ്യില്ല. പക്ഷെ അവർക്കൊരു കൗതുകം ഉണ്ടാവില്ല. അവർക്ക് നേരിട്ട് ചോദിക്കാൻ ചിലപ്പോ ഞാൻ ചോദിച്ചില്ല. ഇതിന് ചോദ്യം നേരത്തെ മനസ്സിലാക്കിയില്ലേ? ഞാൻ ചോദിക്കാൻ പോകുന്നത് കല്യാണത്തിന് ഞാൻ തിരിച്ചൊരു ഇൻക്വസിറ്റി വേണ്ടി ഞാൻ ചോദിച്ചതേ. ആ ചോദ്യങ്ങൾ എങ്ങനെ നേരിടുക മാത്രം അതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ സമയം 9 മണി സമയത്താണ് സംസാരിക്കുന്നത്. ഇനി ഒരു 2 കല്യാണം ഒരു മരണം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ടൈം ഷെഡ്യൂൾ ഒന്നുമില്ല ഒരു ദിവസത്തിന്? ടൈം ഷെഡ്യൂൾ ഇല്ല. എപ്പോൾ വേണമെങ്കിലും പരിപാടികൾ വരാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം പോകത്തില്ല. ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ ആൾക്കാരെ കാണണം, ആൾക്കാരോട് മിങ്കിൾ ചെയ്യണം, പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യാം. ഇച്ചിരി താമസം എനിക്കൊരു സുഖമില്ലാതെ വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒന്ന് സ്ലോ ആയത്. അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ. ഇപ്പം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിയിൽ ജയിച്ച സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് അച്ചൂമ്മൻ ഒരു രസകരമായിട്ടൊരു സംഭവം പറയുന്നുണ്ടായി. അതായത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി DD ആയിട്ട് ഫ്രണ്ടിലുള്ള റോയിലുള്ള ആൾക്കാരെ തട്ടി പുറത്തിട്ടു. എന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവര് ഉറുമ്പും കൂടെ എടുത്ത് കൂട്ടത്തിലിട്ടു. അദ്ദേഹം 2011 CM ആയി ജയിച്ചപ്പോഴുള്ള സാഹചര്യം അത് ഭയങ്കര റെഡിയായി. ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഉറുമ്പെടുത്തിട്ട് കൊടുത്തു. അങ്ങനെ എന്തെങ്കിലും രസകരമായ ചാണ്ടിയുമ്മൻ MLA ആയതിനു ശേഷം അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും? ഒരാൾക്ക് ഞാൻ MLA ആവുന്നതിന് മുമ്പ് ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഞാന് ഈ പള്ളി നിൽക്കുക. അപ്പൊ പള്ളി വെച്ച് പ്രതികരിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞപ്പോ ഒരാൾ ഷോള് വെട്ട് എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു കൈയുണ്ട്, കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ലല്ലോ, പാർട്ടി തീരുമാനിക്കുക ഞാൻ സ്ഥാനാർത്ഥിയല്ല, ഞാൻ കൈയുണ്ട്. ഇങ്ങനെ തട്ടിമാറ്റി. അതോടെ വലിയ വിവാദമായി. അയാളെ അവമാനിച്ചു എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ചാനലുണ്ടല്ലോ, ആ ചാനൽ പിന്നെ അത് മൊത്തം അതായത് അവരുടെ ഇടപെടൽ. ഈ വിവാദങ്ങളെ അവിടെ എങ്ങനെയാണ് ശരി? ചാണ്ടിയുമ്മൻ എങ്ങനെയാണ്? ഭയങ്കര സൗമ്യശീലനായിട്ടാണ്, പക്ഷെ എപ്പോഴെങ്കിലും ഈ വിവാദങ്ങളോട് അതല്ല. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ ഒരു സൈബർ ആർമിയുണ്ട്. വെറുതെ ആളുകളെ ആക്രമിക്കുന്ന ഒരു പരിപാടിയില്ല. അത് ഞാൻ 21 തൊട്ട് ഞാൻ കാണുന്ന കാര്യം. എന്റെ പിതാവിനെ ആക്രമിച്ചു, രമേശ് ചെന്നിത്തലയെ ആക്രമിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നു, ഉമ്മേച്ചിയെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തനം നടത്തുക. അപ്പൊ അങ്ങനെ ഒരു സൈബർ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊരു ഒപ്പീനിയൻ. ഈ പൊളിറ്റീഷ്യൻസ് പൊതുവെ കുറെ കൂടി അലർട്ട് ആവണം എന്നുള്ള, ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന, ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല, റീസെൻ്റ്ലി നടക്കുന്ന ചില വിവാദങ്ങൾ ചാണ്ടിയുമ്മൻ അറിയാമല്ലോ. അപ്പോൾ അവരൊന്നുകൂടി അലേർട്ട് ആവണം എന്നുള്ളത് തന്നെയാണോ? അല്ല, വളരെ സൂക്ഷ്മതയോടാണ് സമൂഹം നമ്മളെ നോക്കുന്നത്. ഇപ്പം നമ്മളും ആ ജാഗ്രത ഉണ്ടാവും. ഞാൻ ആ ജാഗ്രത എൻ്റെ പിതാവിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ആ ജാഗ്രത ഞാൻ പുലർത്താറുണ്ട്.
ഒരിക്കൽ പോലും ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് അവരോടൊന്ന് ഷൗട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ഇമ്പൾസീവായിട്ട് ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മളാരും പെർഫെക്റ്റ് അല്ല, പക്ഷെ ആൾക്കാരെല്ലാം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രഷർ നമുക്കെല്ലാം ഉണ്ട്. എപ്പോഴും ഉണ്ട്. അതൊരു വലിയ പ്രഷറാണ്. സ്പോർട്സിനപ്പുറത്തേക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ യാത്രകൾ ഇപ്പോൾ പൊളിറ്റിക്കൽ റിലേറ്റഡ് അല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള യാത്രകൾക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല, യാത്ര പൊളിറ്റിക്കലാണ് എല്ലാവരും വ്യക്തിപരമാണ്. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലാണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് മൈ പേഴ്സണൽ ഡിസിഷൻ ടു ട്രാവൽ. അതുകൊണ്ട് അങ്ങനെ വ്യത്യാസമില്ല. ഞാൻ മിക്കവാറും പോകുന്നതെല്ലാം അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഞാൻ ട്രാവൽ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഒന്നുകിൽ എൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സർവ്വമത സമ്മേളനം, ശ്രീനാരായണ ഗുരുദേവൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിപാടി നടത്തുന്നുണ്ട്. വത്തിക്കാനിൽ നമ്മൾ സംഘടിപ്പിച്ചു, ലണ്ടനിൽ സംഘടിപ്പിച്ചു. ഇപ്പോൾ ദുബായിൽ നിന്ന് വന്ന് ഞാൻ രാവിലെ വന്നേ ഉള്ളൂ. ദുബായിൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു വൈഡർ സ്കെയിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം പൊളിറ്റിക്കലും പേഴ്സണലും എന്നൊരു വ്യത്യാസമില്ല. ഒരു ഇന്റർവ്യൂവിലെ ചാണ്ടിയുമ്മൻ ഈ പറഞ്ഞ പോലെ അപ്പനോട് ഒരു കാര്യം പറയാണ്ട്, പക്ഷെ അപ്പൻ അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ സ്ട്രെയിൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ചാണ്ടിയുമ്മൻ പറയുന്നുണ്ട്. അപ്പനോട് സ്ട്രെയിൻ എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള. അപ്പം ചാണ്ടിയുമ്മൻ MLA ഫേസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? അല്ല, ഹെൽത്ത് നോക്കണമെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ അതങ്ങോട്ട് ഫുള്ളി അറിയാമല്ലോ നമുക്ക്. എനിക്ക് സത്യം പറയാൻ ഒത്തിരി ട്രാവലായി, അപ്പോൾ അതിൻ്റെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഡയറ്റ് പ്ലാനുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? പ്ലാനൊക്കെ കണക്കാ. എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എന്താണ് നോർമലി? അല്ല, ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഞാൻ എവിടെ ചെന്നാലും ആ സ്ഥലത്തെ അവരായിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കും. അപ്പം എനിക്ക് ഐ ഡോണ്ട് മൈൻഡ് എടുത്ത്. പക്ഷെ നാട്ടിലാണെങ്കിൽ കഞ്ഞിയും പയറും തന്നെ നമുക്ക്. ഞങ്ങളുടെ വീട്ടിൽ ദിവസവും കഞ്ഞിയും പയറുമായിരുന്നു. നമുക്ക് അത് തന്നെയാണ് പ്രിഫറൻസ്. പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വെക്കാൻ പോലും ഇല്ല, അതുകൊണ്ട് ഏത് ഫുഡായാലും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷൻ ആണല്ലേ. ഇപ്പൊ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അവിടെ ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹം വെച്ചുകൊണ്ട് ഒരു വണ്ടിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടു. അതിന്റെ പിന്നിൽ എന്താണ്? അതല്ല, അതൊരു ആളുണ്ടാക്കി എനിക്ക് തന്നെ ഒരു വൈകാരികമായ അടുപ്പം തോന്നിയോ അതിനോട്? അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അതവിടെ ഇരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന സമയത്ത് അന്ന് പുതുപ്പള്ളി പള്ളിയിൽ ചാണ്ടിയുമ്മൻ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. കണ്ണ് കലങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ അപ്പയ്ക്ക് വയ്യ എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ്? അദ്ദേഹത്തിന് 15 തൊട്ട് ഈ അസുഖം റിക്കർ ചെയ്യുന്നുണ്ട്. 15 വന്നു, 19 വന്നു, 22 വന്നു. പക്ഷെ ഇതിലൊന്നും 15, 19 അത്രയും ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നു. പക്ഷെ 22 അതൊരു അദ്ദേഹത്തിന് ഇമോഷണൽ സ്ട്രെയിനും ഫിസിക്കൽ സ്ട്രെയിനും ഒക്കെ ആയിട്ടത് മാറി. നമ്മളെ ഒരു ഹരാസ്മെന്റിലേക്ക് അത് എത്തി. അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം. ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് 100%. അത് യൂസ് ചെയ്തവര് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് അത് മാന്യത നടിച്ച് നടക്കുന്നുമുണ്ട്. എപ്പോഴേലും അപ്പ അത് പേഴ്സണലായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ? അല്ല, അദ്ദേഹം ഒന്നും പറയുന്ന ആളല്ല, പക്ഷെ അദ്ദേഹത്തിന് അറിയാം. അത് പക്ഷെ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യാനല്ല അത് ഉപയോഗിച്ചത്. ഞാൻ അവിടെ നിർത്തുന്നു.